കേട്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഞാൻ രാജുവിനെ കണ്ടിരുന്നു. അപ്പോൾ രാജു പറഞ്ഞു കഴിഞ്ഞ നിങ്ങൾ തുടങ്ങിക്കോ, അതെന്തോ വേറെ ത്രില്ലർ മൂഡാണെന്നാണ് രാജു പറഞ്ഞത്. ഞാൻ രാജുവിനോട് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ രാജുവിൻ്റെ അടുത്ത് തിരക്കഥ പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. രാജുവിന്റെ അടുത്ത് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ അടുത്ത സിനിമ തുടങ്ങുമ്പോൾ അതെ ലിസ്റ്റിനും നിവിനും ഷാരിസിനും തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അതിന് ജസ്റ്റ് ഒരു ഇത് പറഞ്ഞു. ഒന്നുമില്ല, ഒരു BJP-കാരൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ, അദ്ദേഹം ഈ പറഞ്ഞ നാട് കടത്തപ്പെടുകയും ഒരു പാകിസ്ഥാനിലൂടെ അദ്ദേഹം ഈ പറഞ്ഞ നാട് കടത്തപ്പെടുകയും ഒരു പാകിസ്ഥാനിലൂടെ പിന്നീട് കോവിഡും പരിപാടി ഇതിന്റെ ഒരു വേറെ വെർഷനാണ് എന്ന് രാജു എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ത്രില്ലറാണ്, വേറെ പാറ്റേൺ ആണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാജു അങ്ങനെ പറഞ്ഞ് കയ്യിൽ നിന്ന് വിട്ടതാണ്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് ലോകേഷ് അടുത്ത ചെയ്യുന്ന സിനിമയുടെ കഥ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നീ പറഞ്ഞത് കൈദി 2-ന്റെ കഥ എനിക്ക് ലോകേഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ നയൻതാരയും ലോറൻസും കൂടെ ചെയ്യുന്ന ഒരു ഹൊറർ ഫിലിം. അപ്പൊ അതിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.